ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞൊരു 4-5 വർഷങ്ങളായിട്ട് യു കെയിലേക്ക് ആയിരക്കണക്കിന് മലയാളി ഫാമിലികളാണ് പുതിയതായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കെയർ വിസകളുടെയും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസകളുടെയും ഡിപ്പെൻഡൻറ്റ് വിസകൾ നിർത്തുന്നതിന് മുമ്പായിട്ട് ധാരാളം ആൾക്കാർ ഓൾറെഡി യു കെയിൽ ഇപ്പോഴേ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും കെയർ വിസയിലാണെന്നുണ്ടെങ്കിലും നേഴ്സിംഗ് വിസകളിലാണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് വിസകളിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിവിധ വിസകളിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ഏതൊരു ഗ്രാമപ്രദേശം വില്ലേജ് ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 മലയാളികളെ അവിടെ കാണാൻ സാധിക്കുമെന്നുള്ള ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ യു കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ യു കെയുടെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളെ കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ യു കെയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയധികം യു കെയിൽ മലയാളികൾ വന്നതോടുകൂടി ഇവിടെ ഇപ്പോഴേ കുടുംബ പ്രശ്നങ്ങളും ഓരോ ദിവസവും കൂടിക്കൂടി വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. പക്ഷേ യു കെയെ സംബന്ധിച്ചിടത്തോളം യു കെയിൽ വന്നിട്ട് ഇതുപോലൊരു ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്താകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാർ ഇവരുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അടിയായി പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫുമായിട്ടാണെങ്കിൽ ഹസ്ബൻഡ് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ വൈഫ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കേസായി കഴിഞ്ഞാൽ പോലീസ് വരും. പോലീസ് വന്നിട്ട് നമ്മളുടെ മക്കളെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇനി ഇപ്പോഴേ ഭർത്താവിൻ്റെ പേരിലാണ് പ്രശ്നം അല്ലെങ്കിൽ ഭാര്യയുടെ പേരിലാണ് പ്രശ്നം, ആരാണ് കുറ്റവാളിയെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇതേപോലൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ട കാര്യങ്ങളുണ്ട്. 2 കുട്ടികളും ഹസ്ബൻഡും വൈഫും കൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീട്ടിൽ കുട്ടികളെ അടിച്ചു, ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി, അവസാനം പോലീസ് പിടിച്ചു, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ജോലി ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നു. അങ്ങനെ കഷ്ടപ്പെട്ടു വീണ്ടും ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കാണാറുണ്ട്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മളെ തടി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി, ആ കുട്ടികളുടെ മുന്നേ വെച്ച് നിങ്ങൾ ഹസ്ബൻഡിനെ അടിക്കുകയോ അല്ലെങ്കിൽ വൈഫിനെ അടിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ അടിക്കുകയോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോലീസ് കേസായി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരു വലിയ സീരിയസ് കേസായിരിക്കും. നമുക്കറിയാം, ഇങ്ങനെയുള്ളൊരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അറസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം എൻക്വയറികൾ നടത്തിയതിന് ശേഷം വീണ്ടും ഈ ഒരു വൈഫുമായിട്ടൊക്കെ സംസാരിച്ച് കുട്ടികൾക്കുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല നമ്മുടെ റിപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ആ ഹസ്ബൻഡിനെ ചിലപ്പോൾ റിലീസ് ചെയ്യും. പക്ഷേ ആ റിലീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ സ്വന്തം വീടിൻ്റെ 500th പോലും നമുക്ക് തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വന്ന് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു നല്ലൊരു പ്രൊഫഷണൽ ജോലിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ യു കെയിൽ 2015 ഒരു 9-10 വർഷങ്ങൾക്ക് മുമ്പ് ചാഡ്വെൽ ഹീത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് വലിയൊരു പ്രശ്നം നടന്നു. അവിടെ എന്ന് പറഞ്ഞാൽ 44 വയസ്സുള്ള ഒരു ഭർത്താവും 37 വയസ്സുള്ള ഒരു ഭാര്യയും 13 വയസ്സുള്ള 2 ട്വിൻസ് പെൺകുട്ടികളുമായിരുന്നു. ഭർത്താവിന് ഇവിടെ നിന്നും എല്ലാം നിർത്തിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഭാര്യയ്ക്ക് ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. അങ്ങനെയായി പ്രശ്നങ്ങളായി. ആ 44 വയസ്സുള്ള മലയാളിയായിട്ടുള്ള പുള്ളിക്കാരന് 2 ട്വിൻസായിട്ടുള്ള പെൺകുട്ടികളെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം പോയി ഒരു മരത്തിൽ പോയിട്ട് തൂങ്ങി മരിച്ച ഒരു സംഭവം ഒരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസിൽ വലിയ രീതിയിൽ ഇവിടെ അറിയപ്പെട്ട ഒരു കേസാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഡൊമസ്റ്റിക് വയലൻസുകളുടെ കേസുകൾ ഓരോ ദിവസവും വളരെയധികം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് ആണെങ്കിലും ഗ്ലൂസ്റ്റർ ആണെന്നുണ്ടെങ്കിലും യു കെയുടെ വിവിധ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഇതേപോലെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും പുറത്ത് വരുന്നത്. ഗ്ലൂസ്റ്ററിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പുറത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഡിസംബർ മാസത്തിൽ മാത്രം ഏകദേശം ഒരു 250ഓളം ഇതുപോലുള്ള ഡൊമസ്റ്റിക് വയലൻസ് കേസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം 244ഓളം അറസ്റ്റുകളാണ് ഗ്ലൂസ്റ്ററിൽ നിന്ന് മാത്രം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് ഡേയിൽ മാത്രം 6 പേരെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ന്യൂ ഇയറിൽ ജനുവരി 1 ഏകദേശം 9 പേരെയുമാണ് ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ ഇപ്പോൾ ഗ്ലൂസ്റ്ററിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 23 മുതൽ 31 വരെ, അതായത് ഈ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സമയം തൊട്ട് ന്യൂ ഇയർ വരെയാണ് ഇതിൽ ഏകദേശം ഒരു 85% കേസുകളും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ
ടീനേജിലുള്ള കുട്ടികൾ മുതൽ ഏകദേശം 80 വയസ്സുള്ള വൃദ്ധൻ വരെ ഇതേപോലെയുള്ള കേസുകളിൽ ഇപ്പോഴ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ നടക്കുമ്പോൾ അതിനകത്തിൽ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ഗ്ലൂസ്റ്ററിലെ ഈ ഒരു കേസിൽ ഏകദേശം ഇതേപോലെയുള്ള ശാരീരിക പീഡന കേസുകളിൽ പെട്ടിരിക്കുന്ന 7 പേർ ഉൾപ്പെടെ ഏകദേശം 11 സ്ത്രീകളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലിയിൽ ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അത് രമ്യമായിട്ട് പരിഹരിക്കാറുണ്ട്. എന്നാൽ ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഇത് ഓരോ ദിവസവും കഴിയുമ്പോഴും ഇത് കൂടിക്കൂടി വരികയാണ്. വീണ്ടും പ്രശ്നങ്ങളാണ്. കെട്ടിയവൻ വന്നിട്ട് കെട്ടിയോളെ അടിക്കുന്നു അല്ലെങ്കിൽ മക്കളെ അടിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം UK പോലെയുള്ള ഒരു രാജ്യത്തെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഡൊമസ്റ്റിക് വയലൻസുകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ജയിലിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് ഒരു 35 വയസ്സുള്ള ഒരു പയ്യനും അതുപോലെ തന്നെ 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയും, അവർക്ക് ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണുങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഞാൻ ആണുങ്ങളെ മാത്രം ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. 2 ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാകാറുണ്ട്. ആ പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴും മുതൽ ഭാര്യയുമായിട്ട് സംശയമാണ്. വന്നതിന് ശേഷം തൊട്ടതിനും പിടിക്കുന്നതിനും എല്ലാം പ്രശ്നങ്ങളാണ്. പുള്ളി ചെറിയ വെള്ളവടി പരിപാടികളെല്ലാം നടത്തി ഭാര്യയെ അടിക്കാനായിട്ട് തുടങ്ങി. കൊച്ചുമായിട്ട് പ്രശ്നങ്ങളായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇദ്ദേഹത്തുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലെന്ന്. അങ്ങനെ 2 പേരും കൂടെ നാട്ടിൽ പോയതിന് ശേഷം പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസലാക്കി. പുള്ളിക്കാരി അവിടുന്ന് സ്കൂട്ടായി. അതായത് പുള്ളിക്കാരി ഇദ്ദേഹത്തിലെ നാട്ടിൽ നിർത്തിക്കൊണ്ട് അവർ ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസലാക്കിക്കൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുട്ടിയുമായിട്ട് അവർ UK തിരിച്ചു വന്ന് നമ്മുടെ മുന്നിൽ നടന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ UK ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ മാക്സിമം നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുക, മാന്യമായിട്ട് നിങ്ങൾ വേർപിരിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്കറിയാം നാട്ടിലേക്ക് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. ഇവിടെ വന്ന് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ജോലിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ജീവിതം ആർഭാടമാക്കാനായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ഇങ്ങനെയുള്ള ചില കലാപരിപാടികളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വെളിയിലേക്ക് വരും. അങ്ങനെ ഈ ഒരു വീടുകളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായി വഴക്കായി പ്രശ്നങ്ങളായി അങ്ങനെ മാറുന്ന ധാരാളം കേസുകളാണ് ഇപ്പോൾ UK റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ജീവിക്കുന്ന UK ആണ്, കേരളത്തിലല്ല. ഇത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. ഇവിടെ നിയമമാണ് ഏറ്റവും പ്രധാനം. എത്ര വമ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര സ്വാധീനമുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അകത്താകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ച് നിങ്ങളുടെ കുട്ടികളോടും ഭാര്യയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ UK നിങ്ങൾക്കൊരു സ്വർഗം തീർക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.